വന്ദേ മാതരം വന്ദേ മാതരം വന്ദേ മാതരം വന്ദേ മാതരം സുജലാ സുബലാ മലയജ ശീതളാ സസ്യശ്യാമളാ മാതരം വന്ദേ മാതരം വന്ദേ മാതരം വന്ദേ മാതരം. ഇന്ത്യ എൻ്റെ രാജ്യമാണ്. എല്ലാ ഇന്ത്യക്കാരും എൻ്റെ സഹോദരീ സഹോദരന്മാരാണ്. ഞാൻ എൻ്റെ രാജ്യത്തെ സ്നേഹിക്കുന്നു. സമ്പൂർണവും വൈവിധ്യപൂർണവുമായ അതിൻ്റെ പാരമ്പര്യത്തിൽ ഞാൻ അഭിമാനം കൊള്ളുന്നു. ഞാൻ എൻ്റെ മാതാപിതാക്കളെയും ഗുരുക്കന്മാരെയും മുതിർന്നവരെയും ബഹുമാനിക്കും. ഞാൻ എൻ്റെ രാജ്യത്തിൻ്റെയും എൻ്റെ നാട്ടുകാരുടെയും ക്ഷേമത്തിനും ഐശ്വര്യത്തിനും വേണ്ടി പ്രയത്നിക്കും. നമസ്കാരം ബഹുമാന്യരെ, ഏവർക്കും സ്വാതന്ത്ര്യ ദിനാശംസകൾ. സ്വാതന്ത്ര്യത്തിന്റെ 75ാം വാർഷികം ആഘോഷിക്കുമ്പോൾ സ്വാതന്ത്ര്യം എന്നതിന്റെ അർത്ഥവും മനോഹാരിതയും ഏറെ മനസ്സിലാകുന്ന ഒരു കാലഘട്ടത്തിലാണല്ലോ നാം ഇപ്പോൾ ജീവിക്കുന്നത്. ബ്രിട്ടീഷുകാരുടെ സ്വാർത്ഥതയും അത്യാഗ്രഹവും ഭാരതത്തിന്റെ സ്വാതന്ത്ര്യം ഹനിച്ചെങ്കിൽ നമ്മുടെ ഓരോരുത്തരുടെയും സ്വാർത്ഥതയും അത്യാഗ്രഹവും മറ്റുള്ളവരുടെ ജീവിക്കുവാനുള്ള സ്വാതന്ത്ര്യത്തെ പോലും വെടിയുണ്ടകളാൽ തകർക്കപ്പെടുമ്പോഴും നമ്മുടെ സ്വാർത്ഥതയും അത്യാഗ്രഹവും നമ്മുടെ സഹോദരങ്ങളെ അസ്വാതന്ത്ര്യത്തിന്റെ ചങ്ങലകളാൽ വലിച്ചു മുറുക്കുമ്പോഴും ഓർക്കണം, ഭാരത മക്കളായ നമ്മൾ ഏറ്റുചൊല്ലുന്ന പ്രതിജ്ഞ അധരങ്ങളിൽ മാത്രം ഒതുങ്ങാതെ ഹൃദയത്തിൽ കുറിക്കുവാൻ പഠിക്കുകയും നമ്മുടെ മക്കളെ പഠിപ്പിക്കുകയും ചെയ്യാം എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് കടക്കട്ടെ. ഇന്നത്തെ നമ്മുടെ മുഖ്യ അതിഥി കാസർഗോഡ് നർക്കോട്ടിക് സെൽ DYSP ബഹുമാന്യനായ മാത്യു MA സർ ആണ്. നല്ലൊരു എഴുത്തുകാരൻ കൂടിയായ മാത്യു സാറിനെ ആദരവോടെ സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ ചടങ്ങിന്റെ അധ്യക്ഷൻ പ്രിയപ്പെട്ട PTA പ്രസിഡന്റ് CA കരീം സാറിനെയും ബഹുമാന്യനായ മാനേജർ ജോസഫ് തണ്ണിക്കോട്ടച്ചനെയും പ്രിയങ്കരിയായ സുമതി ടീച്ചറിനെയും PTA എക്സിക്യൂട്ടീവ് അംഗങ്ങളെയും മാതാപിതാക്കളെയും എൻ്റെ അധ്യാപകരെയും കുഞ്ഞുമക്കളെയും നാട്ടുകാരെയും ഒത്തിരി സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. നമസ്കാരം. തൃക്കരിപ്പൂർ സെന്റ് പോൾസ് AUP സ്കൂൾ മാനേജർ റവറൻഡ് ഫാദർ ജോസഫ് തണ്ണിക്കോട്ട്, പ്രധാനാധ്യാപിക സിസ്റ്റർ ഷീന ജോർജ്, സ്കൂൾ PTA പ്രസിഡന്റ് ശ്രീ CA കരീം, അധ്യാപക അനധ്യാപക സുഹൃത്തുക്കളെ, പ്രിയ മാതാപിതാക്കളെ, സ്നേഹം നിറഞ്ഞ കുഞ്ഞുങ്ങളെ, സ്വാതന്ത്ര്യം എന്നത് ഒരു വികാരമാണ്, ഒരു യാഥാർത്ഥ്യമാണ്. അതുകൊണ്ട് തന്നെ ഏതൊരു രാജ്യവും സ്വാതന്ത്ര്യദിനം ഉൾപ്പളവത്തോടെയും ആത്മഹർഷത്തോടെയും ആഘോഷിക്കും. നമ്മൾ ഇന്ന് നമ്മുടെ 75ാം സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുകയാണ്. ഈ അവസരത്തിൽ നിങ്ങൾക്കേവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ സ്വാതന്ത്ര്യദിന ആശംസകൾ നേരുന്നു. നമുക്കറിയാം, നമ്മുടെ രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധിയുടെ നേതൃത്വത്തിൽ ദീർഘവർഷങ്ങൾ നടത്തിയ ത്യാഗപൂർണമായ സഹന സമരത്തിൻ്റെ ഫലമായിട്ടാണ് നമുക്ക് ബ്രിട്ടീഷുകാരിൽ നിന്നും സ്വാതന്ത്ര്യം ലഭിച്ചത്. പേരറിയുന്നവരും പേരറിയാത്തവരുമായ ആയിരക്കണക്കിന് ധീരദേശാഭിമാനികളുടെ ചോരയും നീരും ജീവനും ജീവിതവുമാണ് നമ്മൾ ഇന്ന് അനുഭവിക്കുന്ന സ്വാതന്ത്ര്യം. പാരതന്ത്ര്യത്തിൻ്റെ ഒരു ബുദ്ധിമുട്ട് നമുക്ക് അനുഭവിക്കാത്തതുകൊണ്ട് സ്വാതന്ത്ര്യത്തിൻ്റെ വില ഒരുപക്ഷെ നമുക്ക് മനസ്സിലായി കാണുകയില്ല. ഞാൻ ഒരു കഥ പറയാം.
ഒരു കാക്കയുടെ കഥ. എല്ലാവരാലും ആട്ടി ഓടിക്കപ്പെടുന്ന ആ കാക്ക ഭക്ഷണം തേടി അതിൻ്റെ യാത്ര ചെയ്യുന്നതിന് ഒരു ദിവസം ഒരു മൃഗശാലയിലെത്തി. ആ മൃഗശാലയിൽ അത് ധാരാളം പക്ഷികളെയും മൃഗങ്ങളെയും കണ്ടു. വിവിധ വർണ്ണങ്ങളിലുള്ള സുന്ദരന്മാരായ പക്ഷികളും മൃഗങ്ങളും. കാക്ക വിചാരിച്ചു തൻ്റെ കട്ടക്കറുപ്പാണ് എല്ലാവരും തന്നെ ആട്ടി ഓടിക്കുന്നതിന് കാരണമെന്ന്. അതുകൊണ്ട് തന്നെ കാക്ക പോയി അവിടുത്തെ ഒരു പഞ്ചവർണ്ണ തത്തയോട് ചോദിച്ചു, തത്തെ, നീ എത്ര ഭാഗ്യവാനാണ്, നിനക്കിവിടെ എല്ലാ സൗകര്യങ്ങളുമുണ്ട്, ഇഷ്ടംപോലെ ഭക്ഷണം, താമസിക്കാൻ നല്ല കൂടുകൾ, നീ നല്ല സുന്ദരനാണ്, നിന്നെ കാണാൻ ഇഷ്ടംപോലെ ആൾക്കാർ, നീ ആയിരിക്കും ലോകത്തിലെ ഏറ്റവും ഭാഗ്യം ചെയ്ത ആൾ, നീ ആയിരിക്കും ലോകത്തിലെ ഏറ്റവും സന്തോഷവാനായ ആളെന്ന് ഞാൻ വിചാരിക്കുന്നു എന്നുള്ളത്. അപ്പോൾ ആ തത്ത പറഞ്ഞു, ഞാനല്ല, നീയാണ് ഏറ്റവും ഭാഗ്യം ചെയ്തത്, നീയാണ് ഏറ്റവും സന്തോഷം അനുഭവിക്കുന്നത്. നിനക്ക് ഈ സ്വതന്ത്ര ലോകത്തിൻ്റെ അനന്ത ആകാശ വിഹായസുകളിൽ ഇഷ്ടം പോലെ പറന്നു നടക്കാമല്ലോ. ഇനി ജനിക്കുന്നുവെങ്കിൽ ഒരു കാക്കയായി എനിക്ക് ജനിച്ചാൽ മതി. സ്വാതന്ത്ര്യത്തിൻ്റെ മഹത്വം എന്താണെന്ന് ഈ കഥയിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ബന്ധുരാ കാഞ്ചന കൂട്ടിലാണെങ്കിലും ബന്ധനം ബന്ധനം തന്നെ വാരി മഹാകവി വള്ളത്തോൾ പാടുന്നത് വെറുതെയല്ല. കുമാരനാശാനും ഇതുതന്നെയാണ് നമ്മളെ പറഞ്ഞ് പഠിപ്പിച്ചിട്ടുള്ളത്. സ്വാതന്ത്ര്യം തന്നെ അമൃതം, സ്വാതന്ത്ര്യം തന്നെ ജീവിതം, പാരതന്ത്ര്യം മാനികൾക്ക് മൃതിയേക്കാൾ ഭയാനകം. അതുകൊണ്ടാണ് മഹാത്മാഗാന്ധിയുടെ നേതൃത്വത്തിലുള്ള ആയിരക്കണക്കിന് ആൾക്കാർ, ധീരന്മാർ, പാരതന്ത്ര്യം മൃതിയേക്കാൾ ഭയാനകം എന്ന് മനസ്സിലാക്കി സ്വാതന്ത്ര്യ സമരത്തിൻ്റെ തീച്ചുളയിലേക്ക് എടുത്തു ചാടും. സ്വാതന്ത്ര്യം ലഭിക്കുമ്പോൾ നമ്മുടെ രാഷ്ട്ര നേതാക്കന്മാർക്ക് ഒരു വലിയ സങ്കല്പമുണ്ടായിരുന്നു, സ്വപ്നമുണ്ടായിരുന്നു. ഗ്രാമസ്വരാജ്, സ്വയം പര്യാപ്തമായ ആയിരക്കണക്കിന് ഗ്രാമങ്ങളുടെ ഒരു ഭാരതീയ കൂട്ടായ്മ. ഭരണഘടനയുടെ ആത്മാവായി മതനിരപേക്ഷത അവർ വിഭാവനം ചെയ്തു. എന്നാൽ ഇന്ന് വേണ്ടതിനും വേണ്ടാത്തതിനും തൊട്ടതിനും പിടിച്ചതിനുമെല്ലാം ജാതിയുടെയും ഉപജാതിയുടെയും വർഗത്തിൻ്റെയും പേര് പറഞ്ഞ് പ്രശ്നങ്ങളുണ്ടാക്കുവാനും മനുഷ്യ മനസ്സുകളെ തമ്മിലടിപ്പിക്കുവാനും ചിലർ ബോധപൂർവം ശ്രമിക്കുന്നത് സ്വതന്ത്ര ഭാരതത്തിൻ്റെ നിലനിൽപ്പിന് ഭീഷണിയായി തുടരുകയാണ്. നാനാത്വത്തിൽ ഏകത്വം എന്നുള്ളതാണ് അവരുടെ മറ്റൊരു സങ്കല്പമായിട്ടുണ്ടായിരുന്നത്. വിവിധ ഭാഷയിലുള്ളവർ, വിവിധ ജാതികളിലുള്ളവർ, വിവിധ വർണ്ണത്തിലുള്ളവർ, വിവിധ സംസ്കാരത്തിലുള്ളവർ ഇന്ത്യയുടെ എല്ലായിടത്തുമുണ്ട്. ഇവരെല്ലാവരും അതിലെല്ലാം തന്നെ വ്യത്യസ്തരായിരുന്നാലും ഇന്ത്യയുടെ മക്കൾ എന്നുള്ള നിലയിൽ, ഭാരതീയ പൗരർ എന്നുള്ള നിലയിൽ ഒന്നായി തീർന്ന് ഒരു അമ്മ പറ്റ മക്കളെപ്പോലെ, ഒരു മുത്തുമാലയിലെ മുത്തുമണികളെപ്പോലെ വർത്തിക്കുന്ന മനോഹര രാജ്യമാണ് നമ്മൾ സ്വപ്നം കണ്ടതും ഇന്ന് ആയിരിക്കുന്നത്. വിദ്യാഭ്യാസത്തിൻ്റെ പ്രാഥമിക ലക്ഷ്യം മൂല്യബോധമുള്ള ഉത്തമ പൗരന്മാരെ സൃഷ്ടിച്ചെടുക്കുക എന്നുള്ളതാണ്. എന്നാൽ ഇന്ന് അത് മാറിപ്പോയോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. നമുക്കും കിട്ടണം പണം എന്നുള്ളതായി വിദ്യാഭ്യാസത്തിൻ്റെ ലക്ഷ്യം. വിദ്യാഭ്യാസം നേടി വിദേശത്ത് പോയി വിദേശിയായി ജീവിക്കുക എന്നുള്ളതായി പലരുടെയും ലക്ഷ്യം. മൂല്യബോധമുള്ള രാജ്യസ്നേഹികളായ, സഹജീവി സ്നേഹികളായ മാതാപിതാക്കളെയും ഗുരുക്കന്മാരെയും ബഹുമാനിക്കുന്നവരായ നല്ല മക്കളെ സൃഷ്ടിച്ചെടുക്കുന്നതിന്, നല്ല പൗരന്മാരെ സൃഷ്ടിച്ചെടുക്കുന്നതിന് ഉതകുന്നതാവണം വിദ്യാഭ്യാസം. അതിന് അധ്യാപകർക്ക് വലിയ ഒരു റോളുണ്ട്. അധ്യാപകർ മാത്രമല്ല, മാതാപിതാക്കൾക്കും ഇതിന് വലിയ ഒരു ഉത്തരവാദിത്വമുണ്ട്. കുട്ടികളുടെ ആദ്യത്തെ റോൾ മോഡൽ ഗുരുക്കന്മാർ, മാതാപിതാക്കളാണ്. അവർ ചെയ്യുന്നത് അതേപടി അനുകരിക്കുന്നതിനും മനസ്സിൽ കുറിച്ചു വയ്ക്കുന്നതിനും കുഞ്ഞുങ്ങൾക്ക് താല്പര്യമുണ്ട്. അവരങ്ങനെയാണ് ചെയ്യുന്നത്. 7 വയസ്സ് വരെ ഒരു കുഞ്ഞിൻ്റെ മനസ്സിൽ കിട്ടുന്ന നല്ലതും ചീത്തയുമായ കാര്യങ്ങൾ കൊണ്ട് ചെറുപ്പകാലത്തിൽ പ്രത്യേകിച്ചും മാതാപിതാക്കളായ നമ്മൾ കുഞ്ഞുങ്ങൾക്ക് നല്ലത് പറഞ്ഞു കൊടുക്കുവാൻ, നല്ലത് അവരുടെ മുമ്പിൽ ചെയ്യുവാൻ, അവരെ കൊണ്ട് നല്ലത് ചിന്തിക്കാൻ, ശീലിപ്പിക്കുവാൻ നമുക്ക് ഉത്തരവാദിത്വമുണ്ട്. എങ്കിലേ അവർ നാളെ നമ്മളെ നോക്കുന്ന നല്ല കുഞ്ഞുങ്ങളായി മാറുകയുള്ളൂ. നമ്മുടെ ഉത്തമ സന്താനങ്ങൾ നമ്മുടെ കുടുംബത്തിൻ്റെയും സമൂഹത്തിൻ്റെയും ഉന്നതിക്ക് വേണ്ടി പ്രവർത്തിക്കുന്നവരായിത്തീരുകയുള്ളൂ. അതായിരിക്കട്ടെ നമ്മുടെ ലക്ഷ്യം. വളരുന്ന ഇന്ത്യക്ക് ഈ കുഞ്ഞുങ്ങളെ കൊണ്ട് ആവശ്യമുണ്ട്. നാളത്തെ ഉത്തമ പൗരന്മാർ, നമ്മുടെ രാഷ്ട്ര നേതാക്കൾ, ഉദ്യോഗസ്ഥർ, ഭരണകർത്താക്കൾ, ശാസ്ത്രജ്ഞർ എല്ലാം ഈ മക്കളായിത്തീരും. അതിനുവേണ്ടി നമുക്ക്
പ്രയത്നിക്കാം, പ്രാർത്ഥിക്കാം. എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാതന്ത്ര്യദിന ആശംസകൾ നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ജയ് ഭാരത്. മുഖ്യ അതിഥിയായിട്ട് കടന്നു വന്ന കാസർഗോഡ് DYSP മാത്യു സാറെ, PTA പ്രസിഡന്റ് കരീം സർ, HM സിസ്റ്റർ ഷീന ജോർജ്, രക്ഷകർത്താക്കളെ, അധ്യാപകരെ, PTA അംഗങ്ങളെ, എൻ്റെ വാത്സല്യമുള്ള കുഞ്ഞുങ്ങളെ, ഇന്ന് നാം 75ാം സ്വാതന്ത്ര്യ ദിനം ആഘോഷിക്കുകയാണ്. ഈ ദിനത്തിൻ്റെ എല്ലാ ആശംസകളും ആദ്യമേ തന്നെ ഞാൻ നിങ്ങൾക്ക് നേർന്നുകൊള്ളുന്നു. സ്വാതന്ത്ര്യ ദിനം ആഘോഷിക്കുമ്പോൾ നമ്മൾ ചിന്തിക്കുകയും നമ്മൾ സംസാരിക്കുകയും ഒക്കെ ചെയ്യുന്നത് ഇന്ന് നമുക്ക് ലഭിക്കുന്ന സ്വാതന്ത്ര്യത്തിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച മഹാരഥന്മാരെ ഓർക്കാനും അവർ നൽകിയ ആ സന്ദേശങ്ങൾ സ്വീകരിച്ചുകൊണ്ട് നല്ല ഒരു നാളേക്ക് വേണ്ടി, ശുഭമായ ഒരു ഇന്ത്യക്ക് വേണ്ടി പ്രയത്നിക്കുവാനും അതോടൊപ്പം തന്നെ സഹകരിക്കുവാനും ഉള്ള ഒരു സന്ദേശമാണ് ഈ സ്വാതന്ത്ര്യ ദിനം നമുക്ക് നൽകുന്നത്. ഇന്നേ ദിവസം നമ്മൾ ഒത്തുചേരുമ്പോൾ ഈ കോവിഡിൻ്റെ പശ്ചാത്തലത്തിൽ ഓൺലൈനിലാണ് നമ്മൾ സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുന്നത്. പ്രത്യേക വിധത്തിൽ ഈ സ്വാതന്ത്ര്യ ദിനത്തിൻ്റെ ദിവസം ഞാൻ ചിന്തിക്കുന്നത് നമുക്ക് ശുഭമായ ഒരു ഭാവി നമ്മുടെ ഭാരതത്തിനുണ്ടാകണം. അതിനുവേണ്ടി ഞാൻ പ്രാർത്ഥിക്കുകയും നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഒരിക്കൽ കൂടി ഈ സ്വാതന്ത്ര്യ ദിനത്തിൻ്റെ ആശംസകൾ നേർന്നുകൊണ്ട് ഞാൻ ഉപസംഹരിക്കുന്നു. നന്ദി. ജയ് ഹിന്ദ്.
പ്രിയപ്പെട്ടവരെ, ഇന്ന് നമ്മുടെ രാജ്യം 75ാം സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുന്ന സുദിനമാണ്. അറിയപ്പെടുന്നവരും അറിയപ്പെടാത്തവരുമായ ഒട്ടേറെ ധീരദേശാഭിമാനികളുടെ അക്ഷീണ പ്രയത്നത്തിന്റെ ഫലമാണ് നമ്മുടെ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യം. ഈ ധീരദേശാഭിമാനികളുടെ മഹാരഥന്മാരുടെ ഓർമ്മകൾക്ക് മുമ്പിൽ നമുക്ക് ശിരസ് നമിക്കാം. സ്വാതന്ത്ര്യം എന്നാൽ അടിമത്തം ഇല്ലാത്ത അവസ്ഥ എന്നതാണ്. സ്വാതന്ത്ര്യത്തിന്റെ ഫലം സന്തോഷമാണ്. ഇന്ന് ലോകം മുഴുവൻ COVID-19 എന്ന മഹാവ്യാധിയുടെ ബന്ധനത്തിലാണ്. ഈ കാലവും കടന്നുപോകും എന്ന വാക്യം നമുക്ക് ഓർമ്മിക്കാം. നാനാത്വത്തിൽ ഏകത്വം നിറഞ്ഞ നാടാണ് നമ്മുടേത്. ജാതി മത വർഗ വർണ്ണ വിവേചനങ്ങൾക്കതീതമായി ഏകോദര സഹോദരങ്ങളെ പോലെ ജീവിച്ചുകൊണ്ട് ഒരൊറ്റ ജനത ഒരൊറ്റ ഇന്ത്യ എന്ന മുദ്രാവാക്യത്തോടുകൂടി നമുക്ക് മുന്നേറാം. എല്ലാവർക്കും 75ാം സ്വാതന്ത്ര്യ ദിനത്തിന്റെ ഊഷ്മളമായ ആശംസകൾ നേർന്നുകൊണ്ട് നിർത്തുന്നു. ജയ് ഭാരത്. നമസ്തേ. അധിനിവേശത്തിന്റെ കാൽച്ചങ്ങല പൊട്ടിച്ചെറിഞ്ഞ ഇന്ത്യ സ്വാതന്ത്ര്യത്തിന്റെ അനന്ത വിഹായസിലേക്ക് പറന്നുയർന്ന സുവർണ ദിനമാണ് 1947 ഓഗസ്റ്റ് 15. വിദേശ ശക്തികളുടെ കരങ്ങളിൽ ശ്വാസം മുട്ടിക്കഴിഞ്ഞ ഭാരതം സ്വാതന്ത്ര്യത്തിന്റെ അമൃതം നുകർന്ന മഹത്തായ സുദിനം. ഓഗസ്റ്റ് 15 ഇന്ത്യക്കാരുടെ പുനർജന്മത്തിന്റെ ദിനമായിരുന്നു. ആ പുണ്യദിനം നാം ഓർമ്മിക്കുകയും ആഘോഷിക്കുകയും ചെയ്യുമ്പോൾ ഭാരതത്തോടുള്ള കൂറും സ്നേഹവും പ്രകടമാകുന്നു. സ്വാതന്ത്ര്യത്തിന്റെ വിലയും അസ്വാതന്ത്ര്യത്തിന്റെ പീഡനങ്ങളും അറിഞ്ഞ ഭാരതത്തിന്റെ പിന്നിട്ട നാളുകൾ ഭാവി തലമുറയിൽ കൊടുത്തു വയ്ക്കുന്നത് പാരതന്ത്ര്യ മാനികൾക്ക് മൃതിയേക്കാൾ ഭയാനകമെന്ന ആശാന്റെ വാക്കുകളാണ്. ഒരുപാട് പുണ്യാത്മാക്കളുടെ ജീവത്യാഗത്തിന്റെ ഫലമാണ് നാം നേടിയെടുത്ത സ്വാതന്ത്ര്യം എന്നത് നമുക്ക് മറക്കാതിരിക്കാം. നമ്മുടെ രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധിയുടെയും നേതാജി സുഭാഷ് ചന്ദ്രബോസിന്റെയും ജവഹർലാൽ നെഹ്റുവിന്റെയും ഓർമ്മകൾക്ക് മുൻപിൽ നമുക്ക് പ്രണാമം അർപ്പിക്കാം. 1947 നിന്നും 2021 ഇന്ത്യ ഏറെ വളർന്നു. ശാസ്ത്ര സാങ്കേതിക മേഖലകൾ, പ്രതിരോധം, വിദ്യാഭ്യാസം എന്നിവയിലെല്ലാം ഇന്ത്യ മുന്നേറുന്നു. ചന്ദ്രയാനും മംഗൾയാനും എന്നിവയെല്ലാം അതിന്റെ നേർക്കാഴ്ചകളാണ്. അഹിംസയിലൂന്നിയ സ്വാതന്ത്ര്യമാണ് നമ്മുടേത്. എന്നാൽ ഇന്ന് ജാതിയുടെയും മതത്തിന്റെയും രാഷ്ട്രീയത്തിന്റെയും പേരിൽ മനുഷ്യൻ പരസ്പരം പടവെട്ടുന്നു. കൊലപാതകങ്ങളും സ്ത്രീധന മരണങ്ങളും തുടർക്കഥയാകുമ്പോൾ യഥാർത്ഥത്തിൽ നമുക്ക് സ്വാതന്ത്ര്യം ലഭിച്ചിട്ടുണ്ടോ എന്ന് നാം സംശയിക്കേണ്ടിയിരിക്കുന്നു. ഇന്ത്യ 75ാം സ്വാതന്ത്ര്യ ദിനം ആഘോഷിക്കുമ്പോൾ നമുക്ക് അഭിമാനിക്കാം, സന്തോഷിക്കാം. തങ്ങൾക്ക് ലഭിച്ച സ്വാതന്ത്ര്യത്തിന്റെ തട്ടകത്തിൽ ചുവടൂന്നി ഇന്ത്യ പടുത്തുയർത്തിയത് ഒരു ഏകാധിപത്യ സാമ്രാജ്യം അല്ലായിരുന്നു. അത് ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങളാൽ നയിക്കപ്പെടുന്ന ജനാധിപത്യ വ്യവസ്ഥയെ അടിസ്ഥാനമാക്കിയാണ്. അങ്ങനെ ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ ശക്തിയായി ഇന്ത്യയെ ഉയർത്തുന്നതിന് തുടക്കം കുറിച്ച ദിനം കൂടിയാണ് ഓഗസ്റ്റ് 15. ഭാരതത്തോടുള്ള അഭിമാനം വികാരത്തിൽ നിന്നും പ്രവർത്തനത്തിലേക്ക് കടന്നു വരണം. ഭാരതം എന്റെ നാടാണ്, എല്ലാ ഭാരതീയരും എന്റെ സഹോദരീ സഹോദരന്മാരാണ് എന്ന് 1000 വട്ടം പ്രതിജ്ഞ ചെയ്താലും നാം യഥാർത്ഥ ഇന്ത്യക്കാരാകില്ല. ദേശീയഗാനം പാടുമ്പോഴും ദേശീയ പതാക ഉയർത്തുമ്പോഴും വന്ദേ മാതരം മുഴങ്ങുമ്പോഴും ഇവയെല്ലാം നമ്മുടെ രാജ്യത്തിനും സമൂഹത്തിനും വേണ്ടി തയ്യാറാക്കപ്പെടുന്ന മന്ത്രധ്വനികളായി മാറണം. അതെ, നമുക്ക് നല്ല മനുഷ്യരാകാം. കവി പറയും പോലെ, ആണ്ടിക്കൊരിക്കലോ രാഗസ്റ്റ് 15 നുണയേണ്ട മധുരമോ ഭാരതം. അല്ല, അത് നമ്മുടെ രക്തവും വികാരവുമാണ്. അഴിമതിയും ഭിന്നതകളും കലഹങ്ങളും ഇല്ലാതെയാണ് എന്റെ സ്വപ്നം, നമ്മുടെ സ്വപ്നം. വിശ്വപ്രസിദ്ധ സാഹിത്യകാരനായ ശ്രീ രവീന്ദ്രനാഥ് ടാഗോറിന്റെ വാക്കുകളിലേക്ക് എന്റെ സ്വപ്നങ്ങളിലെ ഇന്ത്യയെ ഞാൻ ചേർത്തു നിർത്തുന്നു. എവിടെയാണോ തലയുയർത്തിപ്പിടിച്ച് വൈരഹിതമായി മനസ്സോടുകൂടി ജീവിക്കാൻ കഴിയുന്നത്, എവിടെയാണോ അറിവ് സ്വതന്ത്രമാകുന്നത്, എവിടെയാണോ ശബ്ദത്തിന്റെ ആഴങ്ങളിൽ നിന്നും വാക്കുകൾ ഉണ്ടാകുന്നത്, എവിടെയാണോ ഇടുങ്ങിയ ചിന്താഗതികളാൽ ലോകം മുറിക്കപ്പെടാതിരിക്കുന്നത്, എവിടെയാണോ അക്ഷീണം പ്രയത്നിക്കുന്ന കൈകളുള്ളത്, ആ സ്വർഗീയ സ്വാതന്ത്ര്യത്തിലേക്ക് നമ്മുടെ രാജ്യം ഉണരട്ടെ. നന്ദി, നമസ്കാരം. ജയ് ഭാരത്. ആകാശഗംഗാ സൂര്യചന്ദ്രതാര സന്ധ്യ
उषा कोई ना नदी आकाश गंगा सूर्य चंद्र तारा संध्या उषा कोई ना नदी कोनी भूमि कोनी नदी कोनी सागर तारा कोनी भूमि कोनी नदी कोनी सागर तारा कोनी सागर तारा आकाश गंगा सूर्य चंद्र तारा संध्या उषा कोई ना नदी बेज केवल शब्द हमारा ये तमारा ये जहास ये रुदन आशा ये निराशा बेज केवल शब्द हमारा ये तमारा ये जहास ये रुदन आशा ये निराशा आशा ये निराशा आकाश गंगा सूर्य चंद्र तारा संध्या उषा कोई ना नदी ಏಜ್ ಮಾನವ ಉರ್ಮೀಪಣ ಭಿನ್ನ ಭಾಷಾ ಏಗದನು ಅಂದರನಾ ಏಜ್ ಮಾನವ ಉರ್ಮೀಪಣ ಭಿನ್ನ ಭಾಷಾ ಏಗದನು ಅಂದರನಾ कोई नदी चंदो सुंदರದ ಕಾಜಲ್ ವನ್ಯಾ ವಿವಿಧ ರಂಗೋ कोनी नदी चंदो सुंदರದ काजल वन्या विविध रंगो आकाश गंगा सूर्य चंद्र तारा संध्या उषा कोई ना नदी कोनी भूमि कोनी नदी कोनी सागर तारा कोनी भूमि कोनी नदी कोनी सागर तारा कोनी सागर तारा आकाश गंगा सूर्य चंद्र तारा संध्या उषा कोई ना नदी संध्या उषा कोई ना नदी A very happy Independence Day to all of you. We all know that India is celebrating its 75th year of independence in August 15th, 2021. Today I'm very happy to have the opportunity to express my thoughts on this auspicious occasion of Independence Day. Independence Day is the most memorable day in history. The day India got liberated from the British after 200 years of struggle and fight. From the British rule, India got freedom in 1947, August 15th. It is the day to celebrate our freedom by paying tribute to the freedom fighters who has shown their immense love, bravery, sacrifice and patriotism for their mother nation and gifted us this beautiful India. Mahatma Gandhi, Sardar Vallabhbhai Patel, Pandit Jawaharlal Nehru, Bhagat Singh and Swami Vivekananda are the most revered freedom fighters of India. After freedom, every Indian got basic right which every human need for the nation and motherland. It is the most important day of all the Indians and every Indian, and this day has also already written as the most valuable day of India. People celebrate Independence Day by hosting flags and by reciting the national anthem. India is our motherland and we are the citizen of this country. We should always protect the harmony of this country from the enemy. This is our responsibility to lead our country to become the superpower country in the world. Thank you. Jai Hind. എണ്ണിയാലൊടുങ്ങാത്ത മനുഷ്യരുടെ പതിറ്റാണ്ടുകൾ നീണ്ട ആഗ്രഹങ്ങളുടെയും സമാനതകളില്ലാത്ത ത്യാഗത്തിന്റെയും പോരാട്ടങ്ങളുടെയും സാഫല്യമായിരുന്നു ഇന്ത്യൻ സ്വാതന്ത്ര്യം. പ്രാണനേക്കാൾ വലുതാണ് പിറന്ന നാടിന്റെ മാനവും സ്വാതന്ത്ര്യവുമെന്ന് ചിന്തിച്ച ഒരു തലമുറ ചിന്തിയ ചോരയും ബലിയായി നൽകിയ ജീവനും വ്യർത്ഥമാകാതിരിക്കട്ടെ എന്നോർമ്മപ്പെടുത്തിക്കൊണ്ട് ഒരു സ്വാതന്ത്ര്യ ദിനം കൂടി. സൂര്യൻ അസ്തമിക്കാത്ത ബ്രിട്ടീഷ് സാമ്രാജ്യത്തിന്റെ അടിമത്വത്തിന് കീഴിൽ നിന്നും സ്വാതന്ത്ര്യ പൊൻപ്രഭയിലേക്ക് ഭാരതീയ ജനത ആനയിക്കപ്പെട്ട സുന്ദര നിമിഷങ്ങളുടെ ധീരോജ്വലമായ സ്മരണകൾ ഇരമ്പിയാർക്കുമ്പോഴും
ഇന്ന് യഥാർത്ഥത്തിൽ ഭാരതാംബ സ്വതന്ത്രയാണോ? ജനാധിപത്യവും മതനിരപേക്ഷതയും സഹവർത്തിത്വവും നാനാത്വവുമൊക്കെ ഏറെ ഭീഷണികൾ നേരിടുന്ന ഭാരതം പലവിധ ചങ്ങലകളാൽ ഇന്നും പാരതന്ത്ര്യത്തിലാണ്. അതിർത്തി തർക്കങ്ങൾ, രാഷ്ട്രീയ അരാജകത്വം, ദുരഭിമാന കൊലകളും സ്ത്രീധനമെന്ന കൊടിയ പിശാചും മുടിയഴിച്ചിട്ടാടുന്നു. ജീവിത സായാഹ്നങ്ങളിൽ ആശ്വാസവും അത്താണിയുമായി തീരേണ്ട മക്കളാൽ തെരുവോരങ്ങളിലേക്കും അനാഥാലയങ്ങളിലേക്കും വലിച്ചെറിയപ്പെടുന്ന വൃദ്ധമാതാപിതാക്കൾ, നുരഞ്ഞു പൊങ്ങുന്ന നൈമിഷിക സുഖങ്ങളുടെ പിറകെ പാഞ്ഞ് ജീവിതം ഹോമിക്കുന്ന, ഒടുവിൽ ആത്മഹത്യയിൽ അഭയം തേടുന്ന യുവത്വം, സാമ്രാജ്യത്വ മൾട്ടി കോർപ്പറേറ്റുകളുടെ ഇടയിൽ കടം മാത്രം ബാങ്ക് ബാലൻസായി ജീവിതം വഴിമുട്ടി നിൽക്കുന്ന കർഷക സമൂഹം, കൊറോണ എന്ന മഹാമാരിയാൽ അരക്ഷിതാവസ്ഥയിലേക്ക്, മരണത്തിന്റെ ഇരുളിലേക്ക് ആഴ്ന്നുപോയ ആയിരക്കണക്കിന് നിർഭാഗ്യ ജന്മങ്ങൾ, അടച്ചുപൂട്ടപ്പെടലിന്റെ ഈ നാളുകളിൽ ഓൺലൈൻ വിദ്യാഭ്യാസം എന്ന ഓമന പേരിനാൽ മൊബൈൽ സ്ക്രീനിന് മുന്നിൽ തളച്ചിടപ്പെട്ട് മാനസികവും ശാരീരികവുമായ ആരോഗ്യ പ്രശ്നങ്ങൾ നേരിടുന്ന ബഹുഭൂരിപക്ഷം വരുന്ന വിദ്യാർത്ഥി സമൂഹം. പ്രിയമുള്ളവരെ, എണ്ണിയാൽ തീരാത്ത ഇത്തരം അടിമച്ചങ്ങലകളിൽ പൊട്ടിച്ചെറിയാൻ ഭാരതീയ ജനത നാളിതുവരെ കാത്തുസൂക്ഷിച്ച സ്വാതന്ത്ര്യത്തിന്റെ ചവനതയും യശസ്സും ഉയർത്തിപ്പിടിക്കാൻ, ത്രിവർണ പതാക നീലാകാശ വിധാനത്തിൽ എന്നും പറന്നുയരാൻ, ദേശത്തിനും ഭാഷയ്ക്കും മതത്തിനും അതീതമായി ഇന്ത്യക്കാരൻ എന്ന ഒറ്റ സങ്കല്പത്തിൽ മുന്നേറാൻ വരും തലമുറകൾ ദേശീയ ബോധവും സഹിഷ്ണുതയും വളർത്താൻ ഓരോ സ്വാതന്ത്ര്യ ദിനാഘോഷവും വഴിയൊരുക്കട്ടെ എന്ന പ്രതീക്ഷയോടെ, പ്രാർത്ഥനയോടെ. नमस्कार, आप सभी को स्वतंत्रता दिवस के अवसर पर बहुत बहुत बधाइयाँ। जैसे कि हम सब जानते हैं, 15 अगस्त 1947 को भारत अंग्रेजी शासन से पूर्ण रूप से आजादी मिली। आज का दिन कोई साधारण दिन नहीं है। इस दिन को पाने के लिए हमारा देश वीर और वीरांगनी को कुर्बानी देनी पड़ी है। अंग्रेजों का अन्याय अत्याचार सहना पड़ा है। हमारे देश की साहसी वीरों के संघर्ष के कारण, उनके बलिदान के कारण आजादी मिली। लेकिन इस आजादी के लिए भारतीय स्वतंत्रता सेनानी मंगल पांडे, महात्मा गांधी, लोकमान्य तिलक, भगत सिंह, सुभाष चंद्र बोस, सरदार वल्लभ भाई पटेल समेत कई नेताओं और देशवासियों बलिदान दिए। 15 अगस्त यानी भारत स्वतंत्रता दिवस इस वर्ष भारत 14वां स्वतंत्रता दिवस मना रहे हैं। आज हम सब भारतवासी स्वतंत्रता भारत देश में रहने का आनंद ले रहे हैं। अतः हमारा कर्तव्य है कि हम हमेशा स्वतंत्रता की रक्षा करें। जय हिंद, जय भारत। The midnight of August 14, 1947 symbolized the rebirth of a nation after the slumber of centuries and a long struggle for self-determination. The Constituent Assembly paid a tribute to Mahatma Gandhi, the architect of Indian freedom, and assumed power for the governance of India. Jawaharlal Nehru, the first Prime Minister, said with moving eloquence, "Long years ago, we made a tryst with destiny, and now the time comes when we shall redeem our pledge. At the stroke of the midnight hour, when the world sleeps, India will awake to life and freedom." On August 15th, the appointed day, people gathered to welcome the dawn of a new age and witness the peaceful transfer of power. Lord Mountbatten became the first Governor-General of the Dominion by the will of the sovereign people of India.
After hoisting the national flag, the first servant of the Indian people addressed from the ramparts of the Red Fort the 500,000 gathered below. On this day, our first thoughts go to the father of our nation, who held aloft the torch of freedom and lighted up the darkness that surrounded us. The rumblings of communal frenzy could be ബഹുമാനപ്പെട്ട അധ്യക്ഷൻ, പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, വിദ്യാർത്ഥിനികളെ, നമ്മുടെ രാജ്യത്തിൻ്റെ 75ാം സ്വാതന്ത്ര്യം ആഘോഷിക്കുന്ന ഈ വേളയിൽ എല്ലാ സഹോദരന്മാർക്കും ഹൃദ്യമായ സ്വാതന്ത്ര്യാശംസകൾ നേരുകയാണ്. സ്വാതന്ത്ര്യമെന്ന വാക്കിനോളം ഊക്കും ആശ്വാസവും തരുന്ന മറ്റെന്തുണ്ട് ലോകത്ത്? ഒരു ദിനമെങ്കിലും ജയിലിൽ കഴിയേണ്ടി വരുന്നവരോട്, ഊരാക്കുരുക്കിൽപ്പെട്ടു പോയവരോട്, കടം കൊണ്ട് വലഞ്ഞവരോട്, ദാരിദ്ര്യം പിടിപെട്ടവരോട്, വിവാദങ്ങളിൽപ്പെട്ടവരോട്, അബദ്ധങ്ങൾ സംഭവിച്ചവരോട്, മോചനമില്ലാതെ രോഗം പിടിപെട്ടവരോട്, അതിൽ നിന്നും മോചനം നേടിയ ശേഷം ചോദിച്ചാൽ അറിയാം സ്വാതന്ത്ര്യത്തിൻ്റെ സുഖവും അതിൻ്റെ ഹൃദ്യമായ അനുഭവങ്ങളും. പൂർവികരുടെ ത്യാഗത്തിനെ മറക്കാതിരിക്കാനും അവരോട് ഐക്യപ്പെടാനും കേട്ടുപഠിക്കാനും കേവലം ഒരു ദിനമല്ലിത്. നമ്മുടെ കരങ്ങളിൽ എത്ര സുരക്ഷിതമാണ് നമ്മുടെ നാടെന്ന ചിന്തയുണരണം. ഇത്ര കാലം ആസ്വദിച്ച ജീവിതം തീർത്തപ്പോൾ എൻ്റേതായ എന്തടയാളമാണ് നാളെ ബാക്കി വരികയെന്നും നാം ഈ നാടിന് വേണ്ടി എന്ത് ചെയ്തുവെന്നും ആലോചിക്കണം. ഉള്ളത് ഉപയോഗിക്കാൻ എളുപ്പമാണ്, ഉണ്ടാക്കിയത് നിലനിർത്താൻ യഥാർത്ഥ പണി. ഈ നാട് എന്നെന്നും തിളക്കത്തോടെ നിലനിൽക്കാൻ വർഗീയതയും തീവ്രവാദവും ഏറ്റുപിടിക്കുന്നവർക്കെതിരെ, അതിനുവേണ്ടി പണിയെടുക്കുന്നവർക്കെതിരെ, ഈ നാട് ഭരിച്ചു മുടിക്കുന്ന ദുർഭരണാധികാരിക്കെതിരെ നാം കൈകൾ ഉയർത്തിയേ മതിയാവും. നമുക്ക് നമ്മുടേതായ ചിന്തകളുണ്ട്, അഭിപ്രായങ്ങളുണ്ട്, ഇഷ്ടങ്ങളുണ്ട്, അനിഷ്ടങ്ങളുണ്ട്. എങ്കിലും അടിമപ്പെട്ടു പോകരുത് ഒരിക്കലും. അതേത് രാഷ്ട്രീയമായാലും ഇസങ്ങളായാലും നമ്മുടെ ചിന്തകൾ നാടിന് വേണ്ടിയാവട്ടെ, നമ്മുടെ കൂടിച്ചേരുകൾ ഒരുമയാവട്ടെ. കളഞ്ഞുപോയ പഴയ സ്നേഹ സൗഹൃദ വലയങ്ങൾ തിരികെ വന്നേ മതിയാവും. ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് കടക്കുകയാണ്. സ്വാതന്ത്ര്യാഘോഷ പരിപാടിയിൽ ഉദ്ഘാടന കർമ്മം നിർവഹിക്കാൻ ഈ തിരക്കിനിടയിൽ എത്തിച്ചേർന്ന നർക്കോട്ടിക്സ് സെൽ കാസർഗോഡ് DYSP മാത്യു MA സാറിനും, അധ്യക്ഷൻ PTA പ്രസിഡന്റ് ശ്രീ കരീം, സ്വാഗത ഭാഷണം നടത്തിയ ഷീന ജോർജ് മിസ്റ്റർ, ആശംസാ പ്രസംഗം നിർവഹിച്ച ഫാദർ ജോസഫ് തണ്ണിക്കോട് സ്കൂൾ മാനേജർ, ശ്രീമതി സുമതി PU എന്നിവർക്കും ഹൃദ്യമായ നന്ദി രേഖപ്പെടുത്തുകയാണ്. ഇതിൽ വ്യത്യസ്ത ഭാഷകളിൽ പ്രസംഗം അവതരിപ്പിച്ച ഷഹീദ M, തൻസിയ ഷുക്കൂർ PK, വിസ്മയ TP എന്ന വിദ്യാർത്ഥികൾക്കും നന്ദി രേഖപ്പെടുത്തുന്നു. അതുപോലെ തന്നെ നമ്മുടെ ഈ ആഘോഷ പരിപാടിയിൽ വ്യത്യസ്തമായ കലാപരിപാടികൾ നടത്തിയ എൻ്റെ പ്രിയപ്പെട്ട കുഞ്ഞുമക്കൾക്ക് നന്ദി രേഖപ്പെടുത്തുന്നു. ഈ പരിപാടി വീക്ഷിക്കുന്ന എല്ലാ രക്ഷിതാക്കൾക്കും അഭ്യുദയകാംക്ഷികൾക്കും നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് അധ്യക്ഷൻ്റെ അനുമതിയോടുകൂടി ഈ ആഘോഷ പരിപാടി അവസാനിച്ചതായി അറിയിക്കുന്നു. ജയ് ഹിന്ദ്, നമസ്കാരം.